ആം, ഈ പൂർവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഈ കുന്തത്തിനകത്തുള്ള ഇതിനകത്ത് മെച്ചം എന്തോ ഈ സാധനം അല്ല എന്നെ ഒരിക്കലും ഈ ചരിത്രപരമായിട്ടോ ജിയോഗ്രഫിക്കിന് ഒന്നും തെളിയിക്കാനാവാത്ത കുറെ മിത്തുകളാണ്. അപ്പൊ ഈ മിത്തുകളെ വെച്ചിട്ട് അതിനെ ശാസ്ത്രമായിട്ടോ റിയാലിറ്റിയൊക്കെ ആയിട്ടോ കൂട്ടിച്ചേർക്കാനുള്ള ഒരു ശ്രമം, അതെല്ലാം ബാലിശമാണ്. ലാസ്റ്റത്തെ ഒരു സംഭവം കണ്ടാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് എന്താണ്. അതിനൊരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് നമ്മുടെ അമേരിക്ക എന്ന് പറഞ്ഞാൽ അമരകൃഷി പണ്ട് ഇവിടെ ഉള്ളവർ ചെയ്ത സ്ഥലമാണ്, അത് തിരിച്ചു തരണം എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് ഇത്രയും ബാലിശമാണ്. ഏറ്റവും മിത്തുകളെ മുഴുവൻ ഇങ്ങനെ റിയാലിറ്റിയോട് ബന്ധപ്പെടുത്തിയൊക്കെ ചർച്ച ചെയ്യും. ഇതിന് പൂർവികമായ ഒരു അടിസ്ഥാനമൊന്നുമില്ല, ഒരിക്കലും തെളിയിക്കാനും അത് സാധിക്കില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ സനാതന ധർമ്മത്തിനകത്ത് ഇതിലിത്രമാത്രം മനുഷ്യ സ്നേഹമില്ലാത്ത കാര്യങ്ങൾ. കാരണം ഒരു കൂട്ടര് മാത്രം മതി, ഒരു അപ്പർ കാസ്റ്റ് മാത്രം മതി. അതിനകത്ത് ലോവർ കാസ്റ്റും ബാക്ക്വേർഡ് ക്ലാസ്സും ഒന്നുമില്ല. ഇതിനെ ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന ഇവർക്ക് ഇത് ഹൈലൈറ്റ് ചെയ്യാനുള്ള ധൈര്യം എവിടുന്ന കിട്ടുന്നത്? അത് ചരിത്രത്തിന്റെ ഏതോ ഒരു പ്രതിസന്ധി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം 1 ലക്ഷം വരുന്ന സായിപ്പന്മാരാണ് 3 കോടി വരുന്ന ഇന്ത്യക്കാരെ പണ്ട് ഭരിച്ചത്. 1 ലക്ഷം പേരേ ഉള്ളവർ ആകെ കപ്പാസിറ്റി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1 ലക്ഷം പേരെ വെച്ച് നമ്മൾ 30 കോടി മനുഷ്യരെ ഇന്ത്യക്കാരെ ലണ്ടനിൽ നിന്നൊരു കമ്പനി മൂക്കേറിട്ട് നമ്മളെ നടത്തിച്ചു. അത് ഭൗതികമായൊരു ശേഷിയാൽ എന്ന് പറഞ്ഞ പോലെ ഈ വിദ്യയും അധികാരവും എല്ലാം കൈയാളിക്കൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റി, അവരുടെ ബ്രാഹ്മൺസ് അവരുടെ ഇംഗിതം അനുസരിച്ച് ഭരിക്കുന്ന നമ്മുടെ ക്ഷത്രിയരെ, ഇവർ രണ്ടും ചേർന്നപ്പോൾ ബാക്കി മനുഷ്യര് എല്ലാം പിന്നോട്ടടിക്കപ്പെട്ടു. ഒപ്പം അവരെ പിന്തുണച്ചു നിന്ന മനുഷ്യർക്ക് ചില സൗജന്യങ്ങളും കിട്ടി. ഇതിനപ്പുറത്തേക്കൊന്നും ഇന്ത്യ വളർന്നില്ല. അപ്പൊ ഈ ടെക്നിക്ക് കാലാകാലങ്ങളിൽ അവർക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയാൽ സാറ് പറഞ്ഞൊരു വൈരുദ്ധ്യങ്ങളൊന്ന് കാണിക്കാനുണ്ട്. ആദരണീയനായ മഹാത്മജി അദ്ദേഹം നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അഹിംസയാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം, ആശയം. പക്ഷെ സനാതന ധർമ്മത്തിൽ എവിടെയും അഹിംസയില്ല, കൊല്ലരുതെന്നൊരു പദപ്രയോഗമില്ല, നശിപ്പിക്കരുതെന്നൊരു കാര്യമില്ല. അദ്ദേഹം തൻ്റെ കയ്യിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഭഗവത്ഗീതയുണ്ട്. ഈ ഭഗവത്ഗീതയിൽ കൊല്ലാൻ തന്നെയാണ് പറയുന്നത്. അതിലെ ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായി ഗുരുവാണെന്നോ അപ്പുറത്ത് നിൽക്കുന്ന ആരാണെന്നോ നോക്കാതെ കൊല്ലാൻ മാത്രം പറയുന്ന വചനങ്ങളാണ്. 700ഓളം ശ്ലോകങ്ങളിൽ മുഴുവൻ കൊല്ലാനാണ് പറയുന്നത്.